മോശം ആവറേജിലും 11 വർഷം ഇന്ത്യൻ ടീമിൽ കളിച്ച ക്രിക്കറ്റർ. ടെസ്റ്റിലും ഏകദിനത്തിലും ഏതാണ്ട് 29 റൺസിന്റെ ആവറേജ് മാത്രമുണ്ടായിരുന്ന ഒരാൾ ഇന്ത്യക്ക് വേണ്ടി ലോകകപ്പ് നേടിയ ടീമിലടക്കം 11 കൊല്ലം കളിക്കുക. ആള് വലിയ സ്വാധീനവും പിന്തുണയുമുള്ള ഏതോ കളിക്കാരനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ വരട്ടെ. മറ്റാരുമല്ല, ക്രിക്കറ്റർ. കൃഷ്ണമാചാരി ശ്രീകാന്ത് എന്ന മദ്രാസി ക്രിക്കറ്ററായിരുന്നു അത്. ക്രിക്കറ്റിന്റെ വേഗത കേവലം 2ാം ഗിയറിലായിരുന്ന കാലത്ത് കൂറ്റനടികൾ കൊണ്ടു കളം നിറഞ്ഞ അണ്ണാച്ചിക്ക് അന്നേ ആരാധകരുടെ പിന്തുണ യഥേഷ്ടമുണ്ടായിരുന്നു. മുട്ടിക്കളിയുടെ ആശാൻ സുനിൽ ഗവാസ്കർ ഒരറ്റത്തു നിന്ന് മുട്ടി മുട്ടയിടുമ്പോൾ ഒരറ്റത്ത് കാണികളുടെ ഹൃദയത്തിലേക്ക് ഷോട്ടുകൾ പായിക്കാനുള്ള പ്രത്യേക കഴിവ് ശ്രീകാന്തിനെ ഇഷ്ടഭാജനമാക്കി ടീമിൽ നിലനിർത്തി. 10 അടിച്ചാൽ 50 പന്ത് മുട്ടിയിടുന്ന ഒറ്റയിടിയും ക്രിക്കറ്റിൽ 10 പന്തിൽ 15 അടിച്ച് അണ്ണാച്ചി ഔട്ടായാലും കാണുന്നവനും കേൾക്കുന്നവനും സെലക്ടർമാരും ഹാപ്പി ആയിരുന്നതിനാൽ എത്ര നേടി എന്നതിനേക്കാൾ അടിയുടെ ആശാനായി പരാതിയോ സ്ഥാനനഷ്ടമെന്ന ഭീഷണിയോ കൂടാതെ ശ്രീകാന്ത് കളം നിറഞ്ഞു കളിച്ചു. 43 ടെസ്റ്റിൽ നിന്നും 29.9 റൺസിന്റെ ശരാശരിയോടെ 2022 റൺസും 146 ഏകദിനങ്ങളിൽ നിന്നും 29 റൺസിന്റെ ശരാശരിയോടെ 4091 റൺസുമാണ് കൃഷ്ണമാചാരി ശ്രീകാന്ത് എന്ന മൂക്കിപ്പൊടി വലിയൻ വലം കയ്യൻ തമിഴ് ക്രിക്കറ്ററുടെ 11 കൊല്ലത്തെ ആകെ സമ്പാദ്യം. 40 മുകളിൽ ആവറേജ് ഇല്ലാത്ത കളിക്കാർക്കെന്ന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ക്രിക്കറ്റിന്റെ ക്രീസിൽ നീണ്ടകാലം കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ചട്ടിയെന്നാണ്. കൂറ്റൻ അടികൾ കൊണ്ട് വിലസിയ ക്രിസ് ശ്രീകാന്ത് ക്രീസിന്റെ പുറത്തൊരു സരസനും ഹൃദയാലുവുമായ മനുഷ്യൻ കൂടിയായിരുന്നു എന്നതും ചേർത്ത് വായിക്കപ്പെടേണ്ട പരസ്യമായ രഹസ്യമാണ്.